കശ്മീർ വീണ്ടും അശാന്തമായിരിക്കുന്നു. എത്രയോ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇത്തരം വെടിയൊച്ചകൾ കേൾക്കേണ്ടി വരുന്നു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഭീതിയിൽ വീണ്ടും കശ്മീർ വിറങ്ങലിച്ചു നിൽക്കുന്നു എന്നതാണ്. എത്രയോ കാലങ്ങളായിട്ട് കശ്മീർ ജനത അനുഭവിക്കുന്ന വേദനയാണ് ഇത്. ഭയപ്പാടോടുകൂടി ചുറ്റുമിറങ്ങിയാൽ എപ്പോൾ വെടിയൊച്ച കേൾക്കും, എപ്പോൾ വെടിയൊച്ചകൾ കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരുമെന്ന് ഭയന്നുകൊണ്ട് കഴിയേണ്ടി വരുന്ന ഒരു ജനതയാണ് ഇപ്പോഴും നമ്മൾ മലയാളികൾ കാത്തിരിക്കുന്നത്. നമ്മുടെ മലയാളികളായ ആളുകൾ, വിനോദസഞ്ചാരികൾ, അവിടെ പോയവർ വളരെ വേഗം, അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ വളരെ വേഗം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയണം എന്ന് മാത്രമല്ല, രാജ്യത്ത് ഇത്തരമൊരു ഭീകരാക്രമണം ഇനി ഉണ്ടാവാതിരിക്കേണ്ടതിന്, ഈ വിധത്തിൽ ആരും കൊല്ലപ്പെടാതിരിക്കേണ്ടതിന്, അതിസാധാരണക്കാരായ മനുഷ്യർ, ഒരു തെറ്റും ചെയ്യാത്തവർ ഇതിൽ കുടുങ്ങിപ്പോവാതിരിക്കാൻ, ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ്. സ്വാതി തുടരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. സ്വാതി, 3 മേഖലകളാണ് പ്രധാനമായും സുരക്ഷാ സംവിധാനങ്ങൾ, പരിശോധനകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അനന്തനാഗ്, പെഹൽഗാം, ബൈസരൺ, 3 സ്ഥലങ്ങൾ. ഇവിടെയൊക്കെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ്? നമ്മളോട് ഇപ്പോൾ സംസാരിച്ച നജ്മുദ്ദീൻ പറഞ്ഞത് ഹർത്താലാണ്, സുരക്ഷാ സംവിധാനങ്ങൾ ആ വിധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നതൊക്കെയാണ്. അതോടൊപ്പം തന്നെ അറിയേണ്ട ഒരു കാര്യം, മലയാളികളായ ആളുകൾക്ക് ഉള്ള ക്രമീകരണങ്ങൾ എവിടെയാണ് നടത്തിയിട്ടുള്ളത്? അവർ സുരക്ഷിതരായി തന്നെ ഇരിക്കുന്നല്ലോ. അന്ന ഈ പറഞ്ഞ പോലെ 3 ഇടങ്ങളിലായിട്ടാണ്, ഈ അനന്തനാഗ് ഉൾപ്പെടെയുള്ള 3 കേന്ദ്രങ്ങളിലായി തന്നെയാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ശ്രീനഗർ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ, ശ്രീനഗർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ പാർപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇവരെല്ലാം സുരക്ഷിതരാണ്. അവിടെയൊക്കെയും കനത്ത സുരക്ഷയിൽ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ചും സൈന്യവും അതോടൊപ്പം പോലീസും സംയുക്തമായി തന്നെ ഇതിന് എല്ലാ തരത്തിലുള്ള പരിശോധനകൾക്കാണെങ്കിലും എല്ലാം നേതൃത്വം നൽകുന്നുണ്ട്. അത്തരത്തിൽ ഹർത്താലടക്കം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അവിടെ പോകുന്നത്. പുറത്തേക്കൊന്നും ആർക്കും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെ നിലവിലുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഗൈഡുകളുടെയൊക്കെ സഹായത്തോടു കൂടി മറ്റ് ഈ റൂമുകളിലൊക്കെ താമസിച്ചിരുന്ന ആളുകൾ ഗൈഡുകളുടെ സഹായത്തോടു കൂടി ഇന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് വലിയ പരിമിതികളുണ്ട്. എങ്കിൽ പോലും അവിടുത്തെ ഈ ടൂറിസ്റ്റ് ഗൈഡുകളുടെ അടക്കം സഹായത്തോടു കൂടി അവരുടെ വാഹനത്തിൽ തന്നെ പലരെയും തിരിച്ച് അയക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൂടി ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അത്തരത്തിൽ അതിനൊക്കെയും പോലീസും അതോടൊപ്പം സൈന്യവും വലിയ തരത്തിൽ സഹകരിക്കുന്നുണ്ട്. ഈ ആളുകളെയൊക്കെയും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് അവരുടെയൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെ ഏത് തരത്തിലേക്കാണ് ഈ എയർപോർട്ടിലേക്ക് അടക്കം എത്തിക്കേണ്ടത് എന്നുള്ള തരത്തിലേക്കുള്ള വലിയൊരു സഹകരണം ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നിലവിൽ എല്ലാവരും സുരക്ഷിതരാണ്. ഇപ്പോൾ ശ്രീനഗറിലാണ് അമിത്ഷാ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ശ്രീനഗറിൽ നിന്നും പെഹൽഗാമിലേക്ക് അമിത്ഷാ തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പെഹൽഗാമിലെത്തി അവിടുത്തെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും പരിശോധിക്കും. അതിൻ്റെ ഭാഗമായി ഏത് തരത്തിലാണ് സജ്ജീകരണങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത്തരത്തിൽ പെഹൽഗാമിലേക്ക് അമിത്ഷാ തിരിച്ചിട്ടുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട്. അതിനുശേഷം അവിടെ സന്ദർശനം നടത്തി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും, ശ്രീനഗറിൽ തന്നെ തിരിച്ചെത്തിയതിന് ശേഷമായിരിക്കും അവിടെ ഒരു ഉന്നതതല യോഗം നടക്കുക. അവിടെ ആഭ്യന്തര ഉദ്യോഗസ്ഥർ അടക്കം, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അടക്കം ആ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നു. അതേസമയം തന്നെ ഇവിടെയും ദില്ലിയിലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ഉന്നതതല യോഗം നടക്കുക. ഇവിടെയും ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നിലവിലെ സാഹചര്യം വിലയിരുത്തും. അതോടൊപ്പം ഈ നാട്ടിലേക്ക് മടക്കി അയക്കേണ്ടത് ഏത് തരത്തിലാണ് എന്നുള്ള സംവിധാനങ്ങൾ ഒക്കെ തന്നെയും ഏത് തരത്തിലാണ് ക്രമീകരിക്കേണ്ടത് എന്ന തരത്തിലേക്കുള്ള ആലോചനകൾ വരും. ഇപ്പോൾ എന്തായാലും ഈ വിമാനത്താവളങ്ങളിലേക്ക് അധിക വിമാന സർവീസുകൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇൻഡിഗോ എയർലൈൻസ് പോലെയുള്ള വിമാന സർവീസുകൾ, കൂടുതൽ സർവീസുകൾ അനുവദിക്കുന്നതായുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ആളുകളെ എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി തന്നെ അവരുടെ നാടുകളിലേക്ക് എത്തിക്കുക, അത്രയും ഭയത്തിലാണ് ഇപ്പോൾ ആളുകളുള്ളത്. അപ്പോൾ അവരുടെ മാനസിക
മാനസികാവസ്ഥയൊക്കെയും കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചെത്തിക്കണം എന്നുള്ള ആലോചനകളാണ് ഇതിനോടകം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ഭയപ്പാടോടുകൂടി തന്നെയാണ് ഈ സംഭവങ്ങളെയൊക്കെ തന്നെയും ആളുകൾ നോക്കിക്കാണുന്നത്. പ്രദേശവാസികളുടെ വലിയൊരു സഹായം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു തന്നെ പോകണം. ഈ ആളുകളെയൊക്കെയും മറ്റ് സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആളുകൾ, എന്നാൽ അതേസമയം അവിടുത്തെ പ്രദേശവാസികൾ ഈ ഒരു വെടിയുച്ചകളൊക്കെ കുറേ നാൾക്ക് ശേഷമാണ് കേൾക്കുന്നതെങ്കിൽ പോലും അവർക്ക് കുറേ നാളുകളായുള്ള പരിചയം, അതോടൊപ്പം അവരിതുമായി തന്നെ ഈ ഒരു അനിശ്ചിതത്വത്തിൽ ജീവിച്ചു വളർന്നവരാണ്. അപ്പോൾ അവർക്ക് വലിയൊരു ഭയപ്പാട്, ഈ ബാക്കിയുള്ള ആളുകൾ അനുഭവിക്കുന്ന ഭയപ്പാട് നന്നായി ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ പ്രദേശവാസികൾ ഈ വന്നിട്ടുള്ള വിനോദസഞ്ചാരികളെ പരമാവധി അവരുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആ പ്രദേശവാസികൾ കൂടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകൾ, ഗൈഡുകൾ അടക്കം ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വലിയ ഈ ഒരു ഘട്ടത്തിൽ പോലും ആശ്വാസം പകരുന്നതാണ്. പുറത്തുനിന്ന് വരുന്നവർക്ക് എല്ലാ സഹായങ്ങളും നൽകാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും സുരക്ഷ ഇപ്പോൾ എന്തായാലും ശക്തമായി തന്നെയാണ് ഈ 3 കേന്ദ്രങ്ങളിൽ, പഹൽഗാം, അതോടൊപ്പം അനന്ത്നാഗ്, ശ്രീനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത സുരക്ഷ തന്നെ ആണ് ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് പ്രതികരിച്ച നജ്മുദ്ദീനും പറഞ്ഞത് അതുതന്നെയാണ്. പ്രദേശവാസികൾ ചേർത്ത് പിടിക്കുകയാണ്. അവർ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഭീകരാക്രമണങ്ങൾ. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്ത, നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഭീകരാവസ്ഥയിൽ ആ മനുഷ്യർ കഴിയുമ്പോൾ നമ്മൾ ഭയന്നു പോകുന്ന സമയത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, ഒപ്പമുണ്ട് എന്ന ധൈര്യം കൊടുക്കുകയാണ് അത്രയും ഭീതിയോടെ കഴിയുന്ന ആ മനുഷ്യരെന്നാണ് കശ്മീരിൽ നിന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. എന്തായാലും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ വേഗം ഈ ഭീകരാക്രമണത്തിൽ പെട്ടുപോയ, അവിടെ കുടുങ്ങിക്കിടന്ന മനുഷ്യരെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനഗറിലെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം സ്വനാടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉടനെ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്.